ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കർത്താവിന്റെ രഹസ്യവരവും എതിർ ക്രിസ്തുവിന്റെ വെളിപ്പെടലും തമ്മിൽ എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന വിഷയവും എതിർ ക്രിസ്തു ആരായിരിക്കണമെന്ന കാര്യവും നാം ചർച്ച ചെയ്തിരുന്നു. ഇവ നിത്യതയെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ ആത്മീയ തയ്യാറെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെട്ട സത്യങ്ങളായതിനാൽ പ്രാർത്ഥനയോടും ആത്മീയ വിവേചനത്തോടും കൂടി ഈ പഠനത്തിൽ, ഈ പോഡ്കാസ്റ്റിൽ പങ്കാളികളാകണമെന്ന് എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ ഈ ചർച്ചയെ കൂടുതൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായി പാസ്റ്റർ ജോസിനെയും പാസ്റ്റർ തോംസൺ കൈതമംഗലം അവരുകളെയും, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നടുവിൽ വിശിഷ്ട അതിഥിയായി വന്നിരിക്കുന്ന പാസ്റ്റർ സജി ചാക്കോ ആഗ്രയിൽ നിന്നും ഞാൻ മൂവരെയും സസ്നേഹം മുൻപോട്ട് ക്ഷണിക്കുന്നു. Thank you so much, Pastor Sangeet. Warm welcome to you, Pastor Saji. And Pastor Thompson, നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ആഴമായും ക്രമബദ്ധമായും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 4ാമത്തെ എപ്പിസോഡിലും ഐ വെൽക്കം എവ്രി വൺ. കഴിഞ്ഞ എപ്പിസോഡിൽ ഉദാഹരണങ്ങളോടുകൂടെ നമ്മൾ എതിർക്രിസ്തുവിനെ കുറിച്ച് വിശദമായി കേട്ടു. ഇന്നത്തെ എപ്പിസോഡിൽ അതുമായി ബന്ധപ്പെട്ട് എതിർക്രിസ്തുവും വരാനിരിക്കുന്ന യഹൂദന്മാരുടെ 3ാമത്തെ ദേവാലയത്തെ കുറിച്ച് വിശദമായി അതിനെ പറയാമോ? ഷുവർ പാസ്റ്റർ ജോസ്. അതിനു മുമ്പായി ഇന്ന് ഇവിടെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്ന പാസ്റ്റർ ജോസ് വർഗീസ്, പാസ്റ്റർ സംഗീതരാജ്, പാസ്റ്റർ സജി ചാക്കോ, അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. രണ്ടുപേരെ ഇതിനകത്ത് മലയാളവുമായി വലിയ ടച്ചുള്ള ആളുകളല്ല. അവർ വടക്കേ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ്. എനിക്കറിയാം, വളരെ ബന്ധപ്പെട്ടാണ് അവർ മലയാളം പറയുന്നത്. പക്ഷേ സജി ചാക്കോ ഓഫ് കോഴ്സ് യു ക്യാൻ സ്പീക്ക് മലയാളം. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എതിർക്രിസ്തുവും യഹൂദൻ്റെ 3ാമത്തെ ദേവാലയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ആണല്ലോ ചോദിച്ചത്. അത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ എതിർക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കാര്യമായി ചിന്തിച്ചു. ഒരു ഉദാഹരണ സഹിതം എതിർക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ഞാൻ പറഞ്ഞത് പ്രിയ പ്രേക്ഷകർ ഓർക്കുമല്ലോ. നമ്മൾ എതിർക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എതിർക്രിസ്തു അല്ല നമ്മുടെ വിഷയം, കർത്താവാണല്ലോ നമ്മുടെ വിഷയം. പിന്നെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ എതിർക്രിസ്തുവിനെ കൂടെ ബന്ധപ്പെടുത്തി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം യഹൂദൻ്റെ ദേവാലയത്തെ, 3ാമത്തെ ദേവാലയത്തെക്കുറിച്ചും എതിർക്രിസ്തുവിന് അതിൽ ഉള്ള റോളിനെ കുറിച്ചും ചിന്തിക്കുന്നതിന് മുമ്പ് യഹൂദൻ്റെ ദേവാലയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. യഹൂദൻ്റെ ദേവാലയം പണി തുടങ്ങി, 3ാമത്തെ ദേവാലയത്തിൻ്റെ പണി തുടങ്ങി, ആ പണി തുടങ്ങുവാൻ പോകുന്നു എന്നൊക്കെയുള്ള അനേക വാർത്തകൾ, വ്യാജ വാർത്തകൾ, പ്രസംഗങ്ങൾ, പഠിപ്പിക്കലുകൾ നാം അനേക വർഷങ്ങളായി പല മാധ്യമങ്ങളിൽ കൂടെ, പല പ്രിയപ്പെട്ടവരിൽ കൂടെ കേൾക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊന്ന് നോക്കാം. ശലോമോൻ്റെ ദേവാലയം ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ മുസ്ലിങ്ങളുടെ 2 മോസ്കുകളാണ് ഇരിക്കുന്നത്. ഒന്നാമത്തേത് അൽ അക്സ മോസ്കും രണ്ടാമത്തേത് ദി ഡോം ഓഫ് ദ റോക്കുമാണ്. ആ സ്ഥലത്തിന് ടെമ്പിൾ മൗണ്ട് എന്നാണ് പറയുന്നത്. ശലോമോൻ്റെ ദേവാലയം അവിടെ ഇരുന്നത് കൊണ്ടാണ് അതിന് അങ്ങനൊരു പേര്, ടെമ്പിൾ മൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ എവിടെയാണ് ഈ ദേവാലയം പണിയുന്നത്? പണി തുടങ്ങി, പണിയാൻ പോകുന്നു എന്ന് പറയുന്നവരൊന്നും
ആ കാര്യം വ്യക്തമാക്കുന്നില്ല. അതൊരു വലിയ ചോദ്യചിഹ്നമായി ഇന്നും അവശേഷിക്കുന്നു. അടുത്ത ദേവാലയം പണിയണമെങ്കിൽ അതിനാവശ്യമായ സ്ഥലം ലഭ്യമാകണം. തന്നെയല്ല, ആ ദേവാലയം മുമ്പലത്തെ അല്ലെ ശലോമോന്റെ ദേവാലയം ഇരുന്ന അതേ സ്ഥലത്ത് തന്നെ പണിയുകയും വേണം. മാറി ഒരു ദേവാലയം പണിയുവാൻ യഹൂദൻ താല്പര്യപ്പെടത്തില്ല. അവിടെയാണ് നോർത്തേൺ തിയറി സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഈ നോർത്തേൺ തിയറി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, വലിയൊരു സയൻസിൻ്റെ തിയറി ഒന്നും അല്ലത്. അതായത് ഈ മോസ്കുകളുടെ വടക്ക് ഭാഗത്തായി കുറേ സ്ഥലം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും വലിപ്പത്തിൽ ഉണ്ട്. ആ സ്ഥലം ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ കീഴിലാണ്. പൂർണ്ണമായും അത് കാലിയല്ല, ചില ചെറിയ ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളും സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ അങ്ങനൊരു സ്ഥലം അവിടെ കിടപ്പുണ്ട്. വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്ന സ്ഥലമാണിത്. ഞാൻ പറഞ്ഞ ഈ നോർത്തിൽ കാലിയായി കിടക്കുന്ന സ്ഥലം. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കണം, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് വെളിപ്പാട് 11:2 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ കാര്യം ദൈവമക്കൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദ ലാൻഡ് ഈസ് ദെയർ. അപ്പോൾ ഒറിജിനൽ ദേവാലയം ഇരുന്ന സ്ഥലത്തല്ല ഈ മോസ്കുകൾ ഇരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ ഈ വാക്യഭാഗത്ത് നിന്നും. ദേവാലയത്തുള്ള സ്ഥലം അവിടെയുണ്ട്. എന്നാൽ വഖഫ് ബോർഡ് ആ സ്ഥലം വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ദേവാലയ പണി നടക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ പറയും, ചിലർ പറയുന്നുള്ളൊരു ഭൂമികുലുക്കം ഉണ്ടായി, അവിടെയുള്ളതെല്ലാം നശിക്കുമെന്ന് പറയുന്നവരുണ്ട്, യുദ്ധം ചെയ്ത് പിടിക്കുമെന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ പറച്ചിലാണ്. വി ഡോണ്ട് നോ. നമുക്ക് കൃത്യമായി നമുക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും, ഇതൊക്കെ വളരെ സങ്കീർണമായ വിഷയങ്ങളാണ്. ചാടിക്കേറി ഒരു കൺക്ലൂഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ മോസ്റ്റ് മോഡേൺ തോട്ട് അല്ലെ എന്താ മോസ്റ്റ് മോഡേൺ സ്കൂൾ ഓഫ് തിങ്കിങ് എന്ന് മാത്രമേ നമുക്ക് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഈ സ്ഥലം ആദ്യം യഹൂദന് കിട്ടണം, പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കിട്ടണം. അങ്ങനെയെങ്കിൽ മാത്രമേ അവരുടെ ദേവാലയത്തിൻ്റെ പണി തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇതുവരെ അത് കിട്ടിയിട്ടില്ല, അതിന് പെർമിഷനില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ അതിനകത്ത് യാതൊരു ന്യായവും സത്യവും ഇല്ല. ആസന്ന ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന ഒരാണവ യുദ്ധവും ദൈവസഭയുടെ ഉൾപ്രാപണവും കഴിഞ്ഞ് ലോകം ഒരു വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന സമയത്തായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് സംഭവിക്കുന്നത്. ഈ ആശയത്തെക്കുറിച്ച്, എതിർ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെക്കുറിച്ച് അല്ലെങ്കിൽ ട്രിബുലേഷനെ കുറിച്ചൊക്കെ പല ചിന്താഗതികൾ ക്രിസ്തീയ ലോകത്തിലുണ്ട്. അതായത് പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ എന്നൊക്കെയാണ് അതിന് പേര് പറയുന്നത്. ട്രിബുലേഷന് അതായത് ഉപദ്രവകാലത്തിന് മുമ്പ് സഭ ഇവിടുന്ന് മാറ്റപ്പെടും, അതോടുകൂടി എതിർ ക്രിസ്തു വെളിപ്പെടും. മറ്റു ചിലർ പറയുന്നു ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അതാണ് മിഡ് ട്രിബുലേഷൻ വി. ഓക്കെ, പറഞ്ഞാട്ടെ, ചോദിച്ചാട്ടെ പാസ്റ്റർ സജി ചാക്കോ. എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷപ്പെടലിന് മുൻപാണോ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നത്, അതോ അതിനുശേഷമാണോ? ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അനേകർക്ക് ഒരു കൺഫ്യൂഷനുണ്ട്, അല്ലെങ്കിൽ ഡൗട്ടുണ്ട്. അതൊന്ന് സ്വല്പം വ്യക്തമായി ക്ലിയറായി പറയുവാൻ പറ്റുമോ? ശ്രമിക്കാം. ഞാനത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ 3 ചിന്താഗതികൾ ലോകത്തിൽ ദൈവമക്കളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഈ എതിർ ക്രിസ്തുവിനൊരു വാക്ക് വേദപുസ്തകത്തിലില്ല. എതിർ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിന് മുമ്പ് ദൈവസഭ, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ വെളിപ്പാടോട് കൂടി ഏതാണ്ട് ആ സമയത്ത് ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടുമെന്നാണ് പൊതുവേ ഉള്ള ചിന്ത. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഞാനും നിങ്ങളെല്ലാം അത് തന്നെ വിശ്വസിക്കുന്നത്, അതാണ് പഠിപ്പിക്കുന്നത്. പിന്നെ മറ്റേ ചിന്താഗതി ആദ്യത്തെ 3.5 വർഷം
ഒരു ഉപദ്രവമുണ്ട്. ആ ഉപദ്രവത്തിൽ കൂടെ ദൈവസഭ കടന്നു പോകും. അതിനുശേഷം മാത്രമേ ദൈവസഭ എടുക്കപ്പെടൂ എന്ന് പറയുന്നവരുണ്ട്. പിന്നെ പോസ്റ്റ് ട്രിബുലേഷൻ 7 കൊല്ലത്തെ ഉപദ്രവകാല മഹോദ്രവവും കഴിഞ്ഞതിന് ശേഷമേ ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടൂ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഒരു കാര്യം വന്നു, സീക്രട്ട് കമ്മിങ്, അതായത് എന്താ പറയുന്നത്, രഹസ്യവരവ് അവർ വിശ്വസിക്കുന്നില്ല. കർത്താവിൻ്റെ പരസ്യവരവിൽ മാത്രമേ അവർ, ഈ പോസ്റ്റ് ട്രിബുലേഷൻ വ്യൂക്കാർ അങ്ങനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. രഹസ്യവരവിലും പരസ്യവരവിലും നാം വിശ്വസിക്കുന്നു. ഇനി ക്രിസ്തുവിൻ്റെ വെളിപ്പാടിന് മുമ്പ്, അല്ലെ മഹോദ്രവത്തിന് മഹോദ്രവം 3.5 കൊല്ലമേ ഉള്ളൂ, ഉപദ്രവമാണ് 3.5 കൊല്ലം. അപ്പോൾ ഇതിനു മുമ്പ് സഭ ഇവിടുന്ന് എടുക്കപ്പെടുമെന്ന് ചോദിച്ചാൽ പൂർണ്ണമായി നമുക്കൊന്ന് സ്ഥാപിച്ചെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഫിലദൽഫിയ സഭ, 6-ാമത്തെ സഭയാണ്, സഭയോട് പറയുമ്പോൾ ഇങ്ങനെയാ അവിടെ എഴുതിയിരിക്കുന്നത്: ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പോൾ 7 സഭകളുള്ളതിൽ ഈ യാതൊരു നെഗറ്റീവ് കമൻറ്റും ഇല്ലാത്ത ഒരു സഭയാണ് ഫിലദൽഫിയ സഭ എന്ന് പറയുന്നത്. ആ സഭയോടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വലിയ വാതിൽ ഞാൻ നിൻ്റെ മുമ്പിൽ തുറന്ന് വച്ചിരിക്കുന്നു. അപ്പം അതാണ് സത്യത്തിൽ, ദാറ്റ് ഈസ് ദ ട്രൂ ചർച്ച്. ആ ചർച്ച് ദൈവസഭ, ഫിലദൽഫിയ എന്നുള്ള പേരിലല്ല ഞാൻ ഈ പറയുന്നത്, അതാണ് ട്രൂ ചർച്ച്. ആ ചർച്ചിനെ വരുവാനുള്ള പരീക്ഷാകാലം, ഈ പരീക്ഷാകാലം എന്നുള്ളത് വേദപണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത് ഈ ഉപദ്രവകാലം അല്ലെങ്കിൽ ഈ 7 ഇയർ പീരീഡിനെ കുറിച്ചാണ്. അതിനു മുമ്പ് കർത്താവിൻ്റെ മണവാട്ടി സഭ അതീവ രഹസ്യമായി, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അതിന് റാപ്ചർ എന്ന് പറയുന്നു. മധ്യാകാശത്തിലേക്ക് ഇവിടുന്ന് മാറ്റപ്പെടും. അവിടെയാണ് ഈ സഭയെ ദൈവം ഈ വരാനുള്ള വിപത്തിൽ നിന്നും ഒളിപ്പിക്കുന്നത്. ഇനിയും രണ്ടാമത്തെ വിഷയം, രണ്ടാമത്തെ പോയിന്റ് പറയാനുള്ളത്, 2 ദേവാലയം ഒരിക്കലും ഒരേ സമയത്ത് ഭൂമിയിൽ നിൽക്കത്തില്ല. അതായത് ജീവനുള്ള ദേവാലയമായ ദൈവസഭ, ദ ലിവിങ് ചർച്ച് ഓഫ് ഗോഡ്, ഇന്ന് ഭൂമിയിലുണ്ട്. ആ ദേവാലയം ഇന്ന് ഭൂമിയിൽ ഉള്ളപ്പോൾ മറ്റൊരു ദേവാലയം, അല്ലെ യഹൂദൻ്റെ ദേവാലയം വരാൻ സാധ്യത ഇല്ല. ആ ദേവാലയം ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം മാത്രമേ യഹൂദൻ്റെ അക്ഷരിക ദേവാലയം പണിയപ്പെടുകയുള്ളൂ. മുന്നോട്ട് നമുക്ക് പോകാം. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇങ്ങനെ ഒരു വലിയ യുദ്ധവും വലിയ പ്രതിസന്ധിയും ഉണ്ടായി, ലോകം മുഴുവൻ ഉണ്ടായി, അസമാധാനത്തിൽ ലോകം ആയിരിക്കുന്ന കാലത്താണ് ഈ എതിർ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് സംഭവിക്കുന്നത്. അഖില ലോക നേതാവായി ഒരു വൺ ലീഡർ വെളിപ്പെട്ട് വരും. നാം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ്, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലാണ് ഈ എതിർ ക്രിസ്തു വെള്ളക്കുതിരപ്പുറത്ത് വരുന്നതും അമ്പില്ലാതെ വില്ല് മാത്രമായി വരുന്നതുമൊക്കെ. അതിലേക്കൊക്കെ കടന്ന് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. റിപ്പീറ്റേഷൻ ഇവിടെ സമയമില്ല. അങ്ങനെ വെളിപ്പെട്ട് വരുന്ന ആ ലോകരാഷ്ട്രങ്ങൾ ഓരോന്നായി എതിർ ക്രിസ്തുവിനെ അംഗീകരിക്കും. അവൻ ഭയങ്കര കഴിവുള്ള ഒരു മനുഷ്യനായിരിക്കും. ആദ്യം ഹി വിൽ ബി എ വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ പേഴ്സൺ. വളരെ സാവകാശമായി, സമാധാനമായി, വളരെ സോഫ്റ്റ് സ്പീക്കിംഗ് ആയിട്ടുമൊക്കെ വരുന്നൊരു നേതാവാണ് ഈ എതിർ ക്രിസ്തു. ഒന്നും അല്ലാതെ നമ്മൾ പറയുന്ന ഒരു ഹില്ലറെ പോലെ വരുന്ന ഒരാളൊന്നും അല്ല. ഹിൽ ബി സോ ഹംബിൾ ആൻഡ് ഹിൽ ബി സോ പീസ്ഫുൾ. അപ്പം അങ്ങനെ വരുന്ന പതുക്കെ പിശാച് ഇദ്ദേഹത്തിൽ കർത്തവ്യം നടത്തുകയും ഓരോന്നായി ലോകരാഷ്ട്രങ്ങളെ ഇദ്ദേഹത്തിൻ്റെ കൊടക്കീഴിൽ കൊണ്ടുവരും. അംഗീകരിച്ചേ പറ്റൂ, അംഗീകരിക്കേണ്ട സാഹചര്യമാണ് അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്. എന്നാൽ യഹൂദൻ അത് സമ്മതിക്കത്തില്ല. യഹൂദൻ മാറി നിൽക്കും. പക്ഷേ യഹൂദനില്ലാത്തൊരു ലോകം ബുദ്ധിമുട്ട്. കാരണം യഹൂദൻ്റെ മണിയായിരിക്കും ഗ്ലോബൽ കൊമേഴ്സിന്, എതിർ ക്രിസ്തുവിൻ്റെ ഗ്ലോബൽ കൊമേഴ്സ് വാണിജ്യത്തിന് യഹൂദൻ്റെ മണി ആവശ്യമുണ്ട്. യഹൂദനാണ് ഇന്ന് ലോകത്തിലെ യഹൂദന്മാരാണ് ഏറ്റവും വലിയ പണക്കാരെന്ന് പറയുന്നത്. ബില്യൺസ് ആൻഡ് നോട്ട് ബില്യൺസ്, ഇറ്റ് വിൽ കം ഇൻ ട്രില്യൺസ്. അപ്പം അതിന്
വല്ല വിധേനയും യഹൂദനെ സ്വാധീനിച്ച് ഫോൾസ് പ്രോമിസസ് കൊടുത്ത് എതിർ ക്രിസ്തുവിൻ്റെ ചേരിയിൽ കൊണ്ടുവരുവാനായി ശ്രമിക്കുന്നതിൻ്റെ ആദ്യത്തെ പ്രോമിസ് ആയിരിക്കും യഹൂദന് കൊടുക്കുന്നത്, എതിർ ക്രിസ്തു കൊടുക്കുന്നത്. ഓക്കെ, യു നീഡ് ടു ഓർ യു വാണ്ട് ടു ബിൽഡ് യുവർ ടെമ്പിൾ, ദാറ്റ്സ് ഫൈൻ, ഞാൻ അതിന് നിങ്ങളെ സഹായിക്കാം. ചിലർ പറയുന്ന പോലെ എതിർ ക്രിസ്തുവിൻ്റെ ദേവാലയം എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനൊരു ദേവാലയമൊന്നുമില്ല. യഹൂദനായിരിക്കും ദേവാലയം പണിയുന്നത്. ശലോമോൻ ഇരുന്ന സ്ഥലത്തായിരിക്കും ദേവാലയം പണിയുന്നത്. ആരാധന നടത്തുന്നത് യഹൂദനായിരിക്കും. ലേവ്യ പുരോഹിതന്മാരായിരിക്കും അത് നിയന്ത്രിക്കുന്നത്. അപ്പം എതിർ ക്രിസ്തു ആദ്യം കൊടുക്കുന്ന പ്രോമിസ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആ ഭൂമി, ശലോമോൻ്റെ ദേവാലയം വരുന്ന ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് വഖഫ് ബോർഡിൽ നിന്നും വാങ്ങിത്തരാം. ഐ വിൽ പ്ലേ ദ റോൾ ഓഫ് എ ബ്രോക്കർ ആൻഡ് നമ്മളൊരു കോംപ്രമൈസിൽ വന്നിട്ട് ആ സ്ഥലം നിങ്ങൾക്ക് വാങ്ങിത്തരാം. അവരതിന് സമ്മതിക്കും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പരിസരത്ത് തന്നെ നമ്മളെല്ലാം ഈ പുതിയ ഗ്ലോബൽ വില്ലേജിൽ, ഈ പുതിയ ആശയത്തിൽ നമ്മളെല്ലാവരും ന്യൂ വേൾഡ് ഓർഡർ തന്നെ, ദാറ്റ് ഈസ് ദ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് അതാ. ഇന്നത്തെ ഈ വേൾഡ് ഓർഡറൊക്കെ മാറിപ്പോകും. എല്ലാവരും അങ്ങോട്ടൊരു സഹോദരന്മാരെ നമുക്ക് ജീവിക്കണം. അതുകൊണ്ട് അടിപിടിയൊന്നും പാടില്ല, കോമ്പറ്റീഷൻ പാടില്ല, അതുകൊണ്ട് ഞാനത് മേടിച്ചുതരാമെന്ന് പറയുമ്പോൾ യഹൂദൻ അതിന് കീഴ്പ്പെടും. അപ്പം മൂന്നാമത്തെ ദേവാലയത്തുള്ള ബന്ധത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ റോളെന്ന് പറയുന്നത് യഹൂദന് ഒരു ദേവാലയം പണിയുവാനുള്ള ലാൻഡ് അക്വയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതങ്ങനെ ചെയ്ത് കൊടുക്കാനാണ് സാധ്യത. അപ്പോൾ ഒരു 25-30% യഹൂദൻ വീടിരിക്കും. ഇനി അടുത്ത 1-2 പ്രോമിസൂടെ, ഫോൾസ് പ്രോമിസസൂടെ തുടർന്ന് ഈ എതിർ ക്രിസ്തു യഹൂദന് കൊടുക്കും. അപ്പോൾ ആ പ്രോമിസൂടെ കഴിയുമ്പോൾ യഹൂദൻ ഈ മസിഹായ അവരുടെ മസിഹയായി, ഓ ദിസ് ഈസ് അവർ ഹീസ് അവർ മസയ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഹി വിൽ കൺവിൻസ് ദം. അങ്ങനെ അവരുടെ മസിഹായി അവർ അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ച് ദേവാലയത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ആരാധന പുനഃസ്ഥാപിച്ച് വളരെ സന്തോഷമായി പോകുന്ന ഒരു സമയത്തായിരിക്കും ഈ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നാം കാണുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് അത് എടുത്തു പറയുന്നുണ്ട്. ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഹി വിൽ ക്ലെയിം ഹിംസെൽഫ് ആസ് ദ മസയ ഓഫ് ദ ഹോൾ വേൾഡ് എന്ന് പറയും. തന്നെയല്ല, ആ ഫോട്ടോയുടെ മുമ്പിൽ മുട്ടുകുത്തുവാൻ, നമസ്കരിച്ച് തന്നെ മസീഹയായി അംഗീകരിക്കുവാൻ, സാക്ഷാൽ ക്രിസ്തു ആയി അംഗീകരിക്കുവാൻ ഈ എതിർ ക്രിസ്തു ആവശ്യപ്പെടുമ്പോഴാണ് ഇന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു പെർസിക്യൂഷൻ, പ്രത്യേകിച്ച് യഹൂദനെതിരായി. അതിന് യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയും. ടോട്ടലി ഈ എതിർ ക്രിസ്തു യഹൂദന് എതിരാകും. പിന്നത്തെ കാര്യം, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു കഷ്ടതയുടെ കാലത്തേക്ക് യഹൂദൻ മാറ്റപ്പെടും. അപ്പം ആദ്യമായി ഇന്ന് നമ്മൾ ചിന്തിച്ചത്, യഹൂദൻ്റെ ദേവാലയ പണി തുടങ്ങിയിട്ടില്ല, യഹൂദൻ ഇതുവരെയും സ്ഥലം അക്വയർ ചെയ്ത് കിട്ടിയിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ഞാൻ മേളിൽ പറഞ്ഞതുപോലെ ആ ഭൂമി കിട്ടണം. മിക്കവാറും വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ എതിർ ക്രിസ്തു ആയിരിക്കും അതിൻ്റെ ഒരു മീഡിയേറ്ററായി നിന്ന് ഈ സ്ഥലം അക്വയർ ചെയ്ത് ദേവാലയം പണിയുവാൻ യഹൂദന് കൊടുക്കുന്നത്. അതുകൊണ്ടും തീർന്നില്ല. ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയാൽ ദേവാലയം പണിയണമെങ്കിൽ ഓടി അങ്ങോട്ട് ചെന്ന് മണ്ണ് മാന്തി ദേവാലയം പണിയത്തില്ല. ഇതിനൊക്കെ ലേവ്യ വ്യവസ്ഥകളുണ്ട്. ദേവാലയം പണിയണമെങ്കിൽ ഈ ടെമ്പിൾ മൗണ്ട്, അതായത് കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളിൽ ലക്ഷങ്ങളുടെ രക്തം വീണ ഒരു സ്ഥലമായത്, യുദ്ധങ്ങളിലൂടെ അനേക ലക്ഷം ആൾക്കാരുടെ രക്തം വീണ അശുദ്ധമായ ഒരു സ്ഥലമാണ്. ഒന്ന്, ടെമ്പിൾ മൗണ്ട് ശുദ്ധീകരിക്കണം. ആ ടെമ്പിൾ മൗണ്ട് ശുദ്ധീകരിക്കാൻ വേണ്ടുന്ന യാഗമാണ് ഈ ചുവന്ന പശുക്കിടാവ്,
റെഡ് ഹൈഫർ എന്ന് പറയുന്നത്. അത് ഒരു ലേവ്യ യാഗമല്ല, അത് വേറൊരു യാഗമാണ്. അത് ദേവാലയത്തിലോ യാഗപീഠത്തിന്മേലോ നടക്കുന്ന യാഗമല്ല. അത് പാളയത്തിന് പുറത്ത് നമ്മുടെ കർത്താവിനെ കാണിക്കുന്നൊരു യാഗമാണ്. യെരുശലേമിന് പുറത്ത് യാഗമായതുപോലെ യെരുശലേമിന് പുറത്ത് നടക്കേണ്ട വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു യാഗമാണത്. അത് മഹാപുരോഹിതൻ മാത്രമേ യാഗം നടത്താൻ പാടുള്ളൂ. പുരോഹിതന്മാർക്ക് അതിനകത്ത് റോളില്ലെന്ന് ഞാൻ പറഞ്ഞാൽ, ചരിത്രത്തിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 5 or 6 പ്രാവശ്യം, വ്യക്തമല്ല, 5 or 6 പ്രാവശ്യം മാത്രമേ ഈ യാഗം നടന്നിട്ടുള്ളൂ. ഈ യാഗത്തിൽ ഈ യാഗപശുവിൻ്റെ റെഡ് ഹൈഫറിൻ്റെ തല മുതൽ ഉള്ളങ്കാല് വരെ ഒന്നും കളയാതെ തീയിൽ ചുട്ട് അതിനെ തീയിൽ ചുട്ട് അതിൻ്റെ ഭസ്മം എടുത്തിട്ട്, വേറെ 1-2 കാര്യങ്ങളോടുണ്ട്, എനിക്ക് ഒരുപക്ഷെ നിങ്ങൾക്കാർക്കും ഇത് കേട്ടിട്ടില്ലായിരിക്കും. കഴിഞ്ഞ യാഗത്തിൽ, അതായത് റെഡ് ഹൈഫറിൻ്റെ ഏറ്റവും ഒടുവിൽ നടന്ന യാഗത്തിൻ്റെ ചാരം ബാക്കി വെച്ചിട്ടുണ്ട്. ആ ചാരത്തിൽ ഈ ചാരം കൂടെ മിക്സ് ചെയ്ത് കലക്കി, വെള്ളത്തിൽ കലക്കിയിട്ട്, അപ്പോൾ കഴിഞ്ഞ ആ ചാരം എന്ത് ചെയ്യും? ഈ റെഡ് സീ സ്ക്രോൾസ് എന്ന്, അതിനത് മലയാളത്തിൽ പറയുന്ന റെഡ് സീ സ്ക്രോൾസിൽ അറിയാമല്ലോ നിങ്ങൾക്ക്, അനേക സത്യങ്ങൾ വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. ചാവുകടൽ ചുരുളുകളിൽ അല്ലേ എന്നാണെന്ന് തോന്നുന്നു. അപ്പം അതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഐ ഹാവ് ദാറ്റ് പീസ് വിത്ത് മീ എത്തിയിട്ടുണ്ട്. ഈ യാഗത്തിൻ്റെ ബാക്കി വന്ന ചാരം, കലാൾ, അത് ഇന്നടത്ത് ഇസക്കിയേൽ പ്രവാചകൻ്റെ ഖബറിൽ നിന്ന് ഇത്രയടി മുമ്പോട്ട് നടന്ന് ഇന്നടത്ത് കുഴിച്ചാൽ അത് കിട്ടും എന്ന് ചാവുകടൽ ചുരുളിൽ നിന്ന് വ്യക്തമായി എഴുതിയത് യഹൂദിൻ്റെ കയ്യിലുണ്ട്. ഇത് ചുമ്മാ ഒന്നുമില്ല, യഹൂദിൻ്റെ നീക്കം വെറുതെ ഒന്നുമല്ല. അപ്പം അത് എടുത്ത് ഈ ചാരവുമായി മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ആദ്യം ടെമ്പിൾ മൗണ്ട് ശുദ്ധീകരിക്കണം. ടെമ്പിൾ മൗണ്ട് ശുദ്ധീകരിച്ച ശേഷം പുരോഹിതന്മാരെ ഈ വെള്ളം തളിച്ച് ശുദ്ധീകരിക്കണം. ഇത് രണ്ടും കഴിഞ്ഞാൽ മാത്രമേ ദേവാലയ പണി നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് അവർക്ക് വേണ്ടത് നിയമത്തിൻ്റെ പെട്ടകം, അത് ആർക്ക് ഓഫ് ദ കവനൻറ്റ്. അതെന്ത് ചെയ്യും? അതെവിടാ? അതിനെക്കുറിച്ച് ഒത്തിരി ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് വായിക്കാനും പഠിക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ റെഡ് ഹൈഫർ യാഗം, ആ റെഡ് ഹൈഫർ എന്തിയെ, എവിടെ, എങ്ങനെ നടക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ചും, നിയമത്തിൻ്റെ പെട്ടകം എവിടെയായിരുന്നു, അതിപ്പോൾ എവിടെയാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചും ചിന്തിക്കാം. അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. Praise the Lord. Thank you so much. Amen. ഈ 4ാമത്തെ എപ്പിസോഡ് യഹൂദരുടെ 3ാമത്തെ ദേവാലയം എന്ന വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശദമായ ഈ ചർച്ച നിങ്ങളുടെ പ്രിയ പ്രേക്ഷകരുടെ ആത്മീയ ബോധത്തെയും പഠനത്തെയും സമ്പുഷ്ടമാക്കിയായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിഷയം വെറും ചരിത്രമോ പ്രവചനമോ മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസികളായി നാം എങ്ങനെ ജാഗരൂകരായി ജീവിക്കണം എന്നതിനെക്കുറിച്ചും നമ്മെ ആലോചിപ്പിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ നിശ്ചയമായി കാണുക മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുകയും ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങളോ സംശയങ്ങളോ നിരീക്ഷണങ്ങളോ എന്നിവ ഞങ്ങളുമായി പങ്കിടാൻ ഒരിക്കലും മടിക്കരുത്. അവ അടുത്ത ഭാഗത്തിൽ ഉൾപ്പെടുത്തി കൂടുതൽ വ്യക്തതയോടെ ചർച്ച ചെയ്യാൻ ഞങ്ങളെ സഹായിക്കും. അതിനാൽ തുടർന്നും ഞങ്ങളോടൊപ്പം തുടരുക. ദൈവവചനം അന്വേഷിക്കുന്ന ഈ യാത്രയിൽ ദൈവം നിങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.